ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഇന്നത്തെ റെസിപ്പി മഷ്റൂം കറിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി മഷ്റൂം കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള കറുത്ത പാർട്ട് എടുത്തു കളയണം. ഇത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണിത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 5 കൊച്ചുള്ളി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി ഹാഫ് പാർട്ട് മതി, ഇഞ്ചിയാണ് കൂടുതൽ എടുക്കേണ്ടത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ തവി കൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടൊമാറ്റോ കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്, എന്നെങ്കിലേ കറിക്ക് യഥാർത്ഥ സ്വാദ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. മെഷറിംഗ് ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഹാഫ് പാർട്ട് തേങ്ങ എടുക്കുക. പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1½ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പാനിൽ വെച്ചിരുന്ന മഷ്റൂം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിയിലും അരപ്പിലും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. കറി നല്ലതായി തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെക്കുക. നന്നായി തിളച്ച് വരണം. അരപ്പ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.